നമ്മൾ മാവൊക്കെ വാങ്ങുമ്പോൾ ആ മാവ് നിറയെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടാലോ എന്തൊരു സന്തോഷമല്ല ഉണ്ടാവുക. അതെ, ഒരുപാട് മാവുകളിൽ ഇങ്ങനെ നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ മാവുകൾ ഇപ്പം വാങ്ങാൻ കിട്ടുന്നുണ്ട്. നമ്മളെ മുക്കത്തുള്ള ഒരു ഗാർഡനാണിത്. കോഴിക്കോട് ജില്ലയിലെ മുക്കം പെരുമ്പടപ്പ് ഏരിയയിലാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ബുഷ് ഓറഞ്ചൊക്കെ പറയുകയാണെങ്കിൽ നിറയെ കായ്ച്ച് നിൽക്കുന്ന ബുഷ് ഓറഞ്ച് തന്നെയാണ്. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രമാത്രം കായ് അതിലുണ്ട് എന്ന്. അതുപോലെ തന്നെ നമ്മളെ ചാമ്പ, റെഡ് ചാമ്പ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മളെ തായ്ലാൻഡ് ചാമ്പകളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെഡിൽ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ചാമ്പക്ക. നമ്മളെ ആപ്പിൾ ചാമ്പക്ക പോലെ തന്നെ വലിയ രീതിയിൽ വരുന്ന ചാമ്പക്കയാണ് കേട്ടോ. ഇതാണ് ഡൽഹാരി ചാമ്പ. അങ്ങനെ ഓരോ വ്യത്യസ്ത ഇനം പേരുകളിൽ ഒരുപാട് ഇനം ചാമ്പ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റുകൾ വേറെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകളായാലും അതുപോലെ തന്നെ അല്ലാതെ അലങ്കാരത്തിന് വളർത്തുന്ന ചെടികളാണെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ സപ്പോട്ട, വെറൈറ്റി സപ്പോട്ടകളുണ്ട്. നമ്മളെ നാടൻ രീതിയിലുള്ള സപ്പോട്ട, അതുപോലെ തന്നെ നല്ല നീളത്തിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള സപ്പോട്ടയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ കായ്ക്കുവാൻ സംശയമുള്ളതാണ് നമ്മുടെ ജബൂട്ടിക്ക. ഒരു റമ്മിലാണ് കുഴിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആ റമ്മോട് കൂടി ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോയി വെച്ചാൽ മതി. കായ ഉണ്ടാവുമ്പോൾ സംശയം വേണ്ട, കായ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്ലാന്റുകളാണ് നമ്മൾ ഈ ഓഫീസുകളും അതുപോലെ തന്നെ വീടുകളുടെ ഫ്രണ്ടിലേക്കൊക്കെ നല്ല ഒരു ചട്ടിയിലേക്കൊക്കെ ആക്കി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനത്തെ രീതിയിലുള്ള പ്ലാന്റുകളുണ്ട്. അതുപോലെ തന്നെ പ്ലാവ് ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് പ്ലാവ്, വെറൈറ്റി പ്ലാവുകളൊക്കെ ഉണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഓറഞ്ചിൻ്റെ ഐറ്റംസ്, നാരങ്ങ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി അങ്ങനെ വരുന്നുണ്ട്. വെറൈറ്റി പ്ലാന്റുകൾ തന്നെ പറയാം കേട്ടോ. കുറേ ഐറ്റംസ് അങ്ങനെയുണ്ട്. കുറേ എണ്ണത്തിൻ്റെ പേരറിയാത്തതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഇത് പീനട്ട് ബട്ടറൊക്കെ അതാ കായ്ച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അത് നമ്മുടെ ബറാബ ഫ്രൂട്ട്. ഇത് കുറച്ച് വലുതാണ്. അതുപോലെ തന്നെ ആ വലുതിനും കായുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ തൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. ആ കായ കണ്ടില്ലേ? ഈ കായോട് കൂടി തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി വെക്കാം. ഇനി ഇത് കായ്ക്കുള്ളൊരു സംശയം ഉണ്ടല്ലോ, ആ സംശയമൊക്കെ അവിടെ മാറി കിട്ടും. അങ്ങനെ ഉള്ളൊരു പ്ലാന്റ്സാണ് ഇവിടെയുള്ള കൂടുതലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് അങ്ങനത്തെ കായുള്ള നോക്കി തിരഞ്ഞെടുക്കാൻ കഴിയും ഫസ്റ്റ് വരുന്നവർക്ക് കേട്ടോ. ഇപ്പം നല്ല മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുപോയി വെച്ചാൽ മതി. കുഴിച്ചിട്ട് അത് വേഗം പിടിക്കും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലൂടെയാണല്ലോ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെയാണ്. ഇത് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട്. നമ്മളെ ഏത് പുളിയുള്ള എന്ത് കഴിച്ചാലും അതിന് ശേഷം ഇത് ഈ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമായി പറഞ്ഞിട്ട് ഒരു മിറാക്കിൾ, അത്ഭുതം തന്നെയാണ്. ഓരോ വീട്ടിനും വെക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ നമ്മളെ റംബൂട്ടാനൊക്കെ അതാ കായ്ച്ച് നിൽക്കുന്നതാണ്. ഇതൊക്കെ വീട്ടിലേക്കത് കൊണ്ടുപോയി ഇനി നട്ടാൽ മാത്രം മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വെറൈറ്റി പ്ലാന്റ്സുകളും വേറെയുണ്ട്. ഇത് മിറാക്കിളിൻ്റെ ചെറിയ പ്ലാന്റാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ വീഡിയോയിൽ എടുത്തില്ല. ഇത് നമ്മളെ മൾബറിയാണ്. നല്ല നീളമുള്ള ടൈപ്പ് വരുന്ന മൾബറിയാണ്, നാടനല്ല. അതുപോലെ തന്നെ പ്ലാന്റുകൾ നമ്മളെ ഫ്രണ്ടിലേക്ക്, വീടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകൾ. അതുപോലെ തന്നെ നല്ല പപ്പായ കഥ സൈസിൽ വരുന്ന റെഡ് ലേഡി ഉണ്ടോ നേരത്തെ കണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സുകൾ ഐറ്റംസാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക.